എന്തായാലും വേണം കുഞ്ഞുസേ. ആ ഹെഡ്സെറ്റ് പറ്റൂല. ഒക്കെ ഏതോ ഒരു ഹെഡ്സെറ്റ് അതിന് പറ്റൂല മോളെ. ഏതോ ഒരു ഹെഡ്സെറ്റ് അതിന് ഒത്തി കേൾക്കും. Good morning, Miss. Morning. Good morning, Miss. Good morning. Edwin, note complete ആക്കിയ മോനെ. ഇനി എക്സാം ആണെന്ന് പറഞ്ഞില്ലേ? റെഡി ആണോ എല്ലാവരും? Good morning, Miss. ഗുഡ് മോർണിംഗ്. റെഡി ആണോ എക്സാമിന്? എന്താ അതിനാരും മിണ്ടാത്തെ? Yes, Miss. Yes, Miss. ഓക്കെ. ജോസി, ആർ യു റെഡി? എക്സാമിന് റെഡി ആണോ? അതെന്താ? എക്സാം ഉള്ളത് അറിഞ്ഞില്ലേ? എക്സാം ഉള്ളത് അറിഞ്ഞില്ല? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ ജോസി? പിന്നെന്താ, എന്ത് പറ്റി? പിന്നെന്ത് പറ്റിയ? ഗുഡ് മോർണിംഗ്. മനസ്സിലാവുന്നില്ലായിരുന്നു. എഡ്വിൻ, പേര് താഴെയുടെ. Good morning, teacher. ഗുഡ് മോർണിംഗ്. എക്സാമിന് റെഡി ആണോ നിങ്ങള്? സായി, സായി കൃഷ്ണ, എക്സാമിന് റെഡി ആണോ? യെസ്. ഓക്കെ, ടെക്സ്റ്റ് നോട്ടൊക്കെ മാറ്റി വെച്ചോ. നോക്കി എഴുതാതിരിക്കണം. മിസ് ക്വസ്റ്റ്യൻ പറയട്ടെ? ടെക്സ്റ്റ് നോട്ടൊക്കെ മാറ്റി വെക്കുക. മിസ് പറഞ്ഞ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കേൾക്കുന്നുണ്ടോ? മിസ്റ്റർ ക്വസ്റ്റ്യൻ എഴുതണോ? ക്വസ്റ്റ്യൻ എഴുതണ്ട, നിങ്ങൾ ആൻസർ മാത്രം എഴുതിയാൽ മതി. ഗ്രേസ്, ഗുഡ് മോർണിംഗ്. Good morning, Miss. ഗുഡ് മോർണിംഗ്. എക്സാം അല്ലേ മോളെ? റെഡി ആണോ? ഓക്കെ, ക്വസ്റ്റ്യൻ പറയട്ടെ? ഏത് ലെസണാ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞത്? രാഖി എന്നുള്ള ലെസൺ അല്ലേ? ഏത് ലെസണാണ് പഠിക്കാൻ പറഞ്ഞത്? രാഖി. Fifth lesson, രാഖി. ഓക്കെ. ഫസ്റ്റ് വേർഡ് മീനിങ് ആണ്. ഫസ്റ്റ് വേർഡ് മീനിങ്. റെഡി? ഓക്കെ, ഫസ്റ്റ് വൺ ബൗച്ചാർ. അതിന്റെ മീനിങ് ഒന്ന് എഴുതിയേ. ബൗച്ചാർ.
ബൗച്ചാർ. അതിന്റെ മീനിങ് ഒന്ന് എഴുതി കാണിച്ചേ. ഹിന്ദി മീനിങ് സോറി ഇംഗ്ലീഷിൽ മീനിങ് നിങ്ങൾ പഠിച്ചതല്ലേ എന്ന് കഴിഞ്ഞ ക്ലാസ്സിലെ. ബൗച്ചാർ. എഡ്വിൻ കേൾക്കുന്നില്ല മോനെ? എഴുതിയോ? ബൗച്ചാറിന്റെ മീനിങ് എഴുതിയോ? ഓക്കെ. നെക്സ്റ്റ് ദുവ. ദുവ. ക്വസ്റ്റ്യൻ എഴുതണം മിസ്സേ. ക്വസ്റ്റ്യൻ എഴുതണ്ട, നിങ്ങൾ ആൻസർ മാത്രം എഴുതിയാലും മതി. ദുവ. ഞാൻ കേട്ടില്ല. ഫസ്റ്റ് വേർഡ് ബൗച്ചാർ, സെക്കൻഡ് ദുവ. എങ്കിൽ ഇനി റെഡി ആയില്ലേ മോളെ? വേഗം നോക്ക്, വേഗം നോക്ക്. ദുവ എഴുതിയോ? നെക്സ്റ്റ് പ്യാർ. 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 മിസ് സെക്കൻഡ് വൺ. സെക്കൻഡ് ദുവ. തേർഡ് വൺ പ്യാർ. ലക്ഷ്മി പ്രിയ എഴുതാൻ തുടങ്ങിയോ മോളെ? എക്സാം റെഡി ആയില്ലേ? ഓക്കെ. വേർഡ് മീനിങ് ഫസ്റ്റ് ബൗച്ചാർ. ബൗച്ചാർ ഫസ്റ്റ് വേർഡ്, അതിന് മീനിങ് എഴുതുക. സെക്കൻഡ് വൺ ദുവ. തേർഡ് പ്യാർ. ഫോർത്ത് രാഖി. രാഖി. ഫോർത്ത് ക്വസ്റ്റ്യൻ, അതിന്റെ മീനിങ് എഴുതുക. രാഖി. നമ്മുടെ ലെസന്റെ പേര് തന്നെയാണ് രാഖി അല്ലേ? രാഖി. ഫിഫ്ത്ത് രംഗ് ബിരംഗെ. രംഗ് ബിരംഗെ എന്താണ്? മീനിങ് എഴുതാൻ വേണ്ടി 5 മീനിങ് ആണുള്ളത്. 5 മീനിങ് എഴുതാൻ വേണ്ടി തന്നു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ബൗച്ചാർ, സെക്കൻഡ് ദുവ, തേർഡ് പ്യാർ, ഫോർത്ത് രാഖി, ഫിഫ്ത്ത് രംഗ് ബിരംഗെ. എഴുതിയോ? കംപ്ലീറ്റ് ആക്കിയോ വേർഡ് മീനിങ്? ഇനി മിസ് ഒന്നും കൂടി പറയണോ? വേണ്ടല്ലോ, ഒന്നുകൂടി പറയാം. വേർഡ് മീനിങ് ആണ് ഞാൻ മിസ് പറഞ്ഞത്. അതിന്റെ വേർഡ് എഴുതുന്നില്ലെങ്കിൽ മീനിങ് മാത്രമെങ്കിലും എഴുതി വെക്കുക. ഫസ്റ്റ് വേർഡ് ബൗച്ചാർ, സെക്കൻഡ് വേർഡ് ദുവ, തേർഡ് പ്യാർ, ഫോർത്ത് രാഖി, ഫിഫ്ത്ത് രംഗ് ബിരംഗെ. ഓക്കെ. नेक्स्ट नीचे लिखे प्रश्नों के उत्तर दिगो. आंसर द फॉलोइंग क्वेश्चन. മിസ് പറയുമ്പോൾ തന്നെ ക്വസ്റ്റ്യന്റെ ആൻസർ അവിടെ എഴുതി വെക്കുക. മിസ് 6 ഇട്ടിട്ടാണ് അടുത്ത് എഴുതണ്ടേ? അങ്ങനെ എഴുതിയാലും മതി. ഇല്ലെങ്കിൽ സെക്കൻഡില് നമ്പർ 1 ഇടുക. റോംനക്കം സെക്കൻഡ് ഇട്ട് വെക്കുക. എന്നിട്ട് അതിൽ 1 നമ്പർ ഇടുക. ക്വസ്റ്റ്യൻ ആൻസർ ആണ്. മിസ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതിന്റെ ആൻസർ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതേണ്ട, ആൻസർ മാത്രം എഴുതി വെക്കുക. ഓക്കെ. क्वेश्चन പറയാണ് राखी का त्योहार धागों का त्योहार क्यों कहलाता है? राखी का त्योहार धागों का त्योहार क्यों कहलाता है? राखी का त्योहार
धागों का त्योहार क्यों कहलाता है? മീനിങ് മനസ്സിലായോ നിങ്ങൾക്ക് അതിന്റെ? ക്വസ്റ്റിന്റെ മീനിങ് ഡൗട്ട് ഉണ്ടോ? മീനിങ് പറഞ്ഞു തരണോ? വേണം. രാഖി കാ ത്യോഹാർ, രാഖി എന്ന് പറയുന്ന ഫെസ്റ്റിവല് എന്തുകൊണ്ടാണ് ചരടുകളുടെ അതല്ലെങ്കിൽ നൂലിന്റെ ഉത്സവം, അതായത് ധാഗോं का त्योहार എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. രാഖി കാ त्योहार धागों का त्योहार क्यों कहलाता है? എങ്ങനെ, എന്തുകൊണ്ടാണ് धागों का त्योहार എന്ന് പറയപ്പെടുന്നത്? എവിടെ നോക്കിയതല്ലേ മക്കളെ? അവനവൻ അറിയുന്ന കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ മാത്രം മിസ്സിന് എഴുതി തന്നാൽ മതി. നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് നോക്കി എഴുതിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം. പഠിച്ചില്ലെങ്കിൽ എഴുതണ്ട. എഡ്മിൻ എന്താ ഒരു ടെൻഷൻ? ആകെ ഒരു ടെൻഷനിലാണല്ലോ. എക്സാം എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷനാ? ടെൻഷൻ ഒന്നും വേണ്ട, ഹാപ്പി ആയിട്ട് ഇരിക്കും കേട്ടോ. ഷഹബാസ് എഴുതിയോ? പേനയുടെ ടോപ്പൊന്നും വായിലിടല്ലേ. ഏഞ്ചൽ, ഏഞ്ചൽ എഴുതി കഴിഞ്ഞ മോളെ? ഓക്കെ. എല്ലാവരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞത് നിങ്ങൾ ആൻസർ ഒന്ന് വായിച്ചു നോക്കിയോ? നിങ്ങൾ എഴുതിയത് എന്താണെന്ന് എന്തെങ്കിലും വിട്ടുപോയിട്ട് നോക്കിയൊന്ന് ക്ലിയർ ആക്കി വെച്ചേ. നിങ്ങൾ എഴുതിയത് ക്ലിയർ ആയിട്ട് ഉറക്കെ വായിക്കണ്ടേ? മനസ്സിലൊന്ന് വായിച്ചു വെച്ചേ. ഉറക്കെ വായിക്കരുത്, മനസ്സിൽ വായിച്ച് നിങ്ങൾ എഴുതിയ ആൻസർ ക്ലിയർ ആയോന്ന്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. भाई क्या प्रतिज्ञा करता है? നമ്മുടെ ടെക്സ്റ്റിലെ തേർഡ് ക്വസ്റ്റ്യൻ. भाई क्या प्रतिज्ञा करता है? എന്താണ് ഒരു സഹോദരൻ ബ്രദർ പ്രതിജ്ഞ ചെയ്യുന്നത്? എന്താണെന്ന് പ്ലഡ്ജ് ചെയ്യുന്നത്? ഈ രാഖി കെട്ടി കഴിയുമ്പോൾ ഒരു പ്രതിജ്ഞ ഉണ്ടല്ലോ. ബ്രദർ എന്താണ് സിസ്റ്ററിന് ചെയ്തു കൊടുക്കുക? അത് भाई क्या प्रतिज्ञा करता है? थर्ड क्वेश्चन. भाई क्या प्रतिज्ञा करता है? രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഉള്ളത്. നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ മിസ് ഒഴിവാക്കി. 3 ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. അതിൽ 2 ക്വസ്റ്റ്യൻ ആണ് മിസ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. മുഹമ്മദ് റിഹാൻ നോട്ട് നോക്കിയിട്ട് വായിച്ചിട്ട് കിട്ടുന്നില്ല എഴുതാൻ വേണ്ടിട്ട്. മുഹമ്മദ് ആരും നോട്ട് നോക്കിയിട്ട് എഴുതണ്ട. അവനവന് അറിയുന്ന കാര്യങ്ങൾ മാത്രം മിസ്സിന് എഴുതി വെക്കണം. കഴിഞ്ഞ ക്ലാസ് ഞാൻ ഉണ്ടായിട്ടാ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ല. ആർക്ക്? മുഹമ്മദ് റിഹാനോ? കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ പോയിരുന്നു? ഓർമ്മയില്ല. ഓർമ്മയില്ലേ? എവിടെ പോയിന്ന് ഓർമ്മയില്ല? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാമോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാണ്. ഭായി ക്യാ പ്രതിജ്ഞ കർത്താ ഹേ? മിസ് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നോട്ട് നിങ്ങളെ ഗ്രൂപ്പിൽ അയച്ചിരുന്നുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ആ നോട്ട് ഗ്രൂപ്പിൽ നോക്കിയിട്ട് നിങ്ങൾ എഴുതിയെടുക്കേണ്ട കടമ നിങ്ങൾക്കില്ലേ? എന്താണ്? പറഞ്ഞ ക്ലിയർ ആണല്ലോ.
ഷിസ ഫാത്തിമ എന്താ അവിടുന്ന് കളിക്കുന്നേ? മിസ് അവർ ക്ലിയർ ചാറ്റ് അടിച്ചപ്പോ മൊത്തം പോയി. അതെയോ? ഓക്കെ. അപ്പൊ 2 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയോ? രണ്ട് ക്വസ്റ്റ്യൻ ആൻസറും എഴുതി വെച്ചോ നിങ്ങള് ബാക്കിയുള്ളവര്? क्वेश्चन नंबर 1 इधाने राखी का त्योहार धागों का त्योहार क्यों कहलाता है? सेकंड क्वेश्चन भाई क्या प्रतिज्ञा करता है? ओके, नेक्स्ट फिल इन द ब्लैंक्स आने. फिल इन द ब्लैंक्स कविता की पंक्तियां पूरी करो नल्ले. फिल इन द ब्लैंक्स. डैश का त्योहार है राखी. അതെങ്ങനെ എഴുതണ്ട മിസ്? അതിന്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി. തേർഡില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക. ഡാഷ് കാ ത്യോഹാർ ഹെ രാഖി. തേർഡില് 1 അതിന്റെ ആൻസർ ആണ് എഴുതി വെക്കുക. ഡാഷ് കാ ത്യോഹാർ ഹെ രാഖി. ഡാഷ് കാ ത്യോഹാർ ഹെ രാഖി. ഏതിന്റെ ഫെസ്റ്റിവൽ ആണ് രാഖി എന്ന് എഴുതുക. നമ്മുടെ കവിതയുടെ എന്നിട്ട് സെക്കൻഡിൽ ഇട്ടിട്ട് അടുത്ത ലൈനിന്റെ ആൻസർ എഴുതണ്ട ആവശ്യമില്ല. അങ്ങനെയാ മിസ്? ഇനി തേർഡില് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് നിങ്ങൾ എഴുതിയില്ലേ? അതില് ഫസ്റ്റ് നമ്മൾ എഴുതി, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതുക. മിസ് അതെങ്ങനെ എഴുതണ്ട? ഇടയ്ക്കുള്ളതാ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയാണ്. धागों का डैश. धागों का डैश. डैश का त्योहार है राखी. അതിന്റെ ആൻസർ ഫസ്റ്റ് എഴുതുക. സെക്കൻഡ് धागों का डैश. ഷഹബാസ് എഴുതിയോ? ഷഹബാസ് എഴുതിയോ? എവിടെയാണ് സൗണ്ട്? എഴുതിയോ നിങ്ങള്? ഫില്ലിന്റെ പ്ലേസ് ഉണ്ട്. ഡേഷ് കാ ത്യോഹാർ ഹെ രാഖി, ധാഗോं का डैश. ആ രണ്ടെണ്ണം ഫില്ലിന്റെ ബ്ലാങ്ക്സിൽ. ഓക്കെ. നെക്സ്റ്റ് മിസ് പുല്ലിംഗ ശബ്ദങ്ങൾ പറയും. നിങ്ങൾ എന്ത് എഴുതണം? സ്ത്രീലിംഗ ശബ്ദം എഴുതണം. ലാസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിൽ വരുന്ന ഭാഗം. രണ്ടെണ്ണേ ഉള്ളൂ. ഫില്ലിന്റെ ബ്ലാങ്ക്സിൽ രണ്ടെണ്ണം. നെക്സ്റ്റ് മിസ് പറഞ്ഞത് ഫോർത്തില് എന്താണ് മിസ് എന്താണ് പറഞ്ഞത്? പുല്ലിംഗ ശബ്ദങ്ങൾ പറയും. നിങ്ങൾ എന്ത് എഴുതണം? അതിന്റെ സ്ത്രീലിംഗ ശബ്ദം എഴുതണം. ഓക്കെ. ഫോർത്തിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 പിത. പിത അതിന്റെ സ്ത്രീലിംഗ ശബ്ദം എഴുതിക്കോളൂ. ഫോർത്തിൽ 1 പിത എന്നതിന്റെ സ്ത്രീലിംഗ ശബ്ദം. അതുലേ, അതുൽ എവിടെ നോക്കിയതല്ലേ? എഴുതി മോളെ. ഗ്രേസ് എഴുതി. ഓക്കെ. ഷിസ ഫാത്തിമ നേരെ എഴുതിയേ. എന്ന് ബുക്ക് നേരെ വെച്ചേ. ഓക്കെ. പിത അതിന്റെ സ്ത്രീലിംഗ ശബ്ദം എഴുതിയിട്ടുണ്ടാവും അല്ലെ? സെക്കൻഡ് ഛാത്ര. ഛാത്ര അതിന്റെ സ്ത്രീലിംഗ ശബ്ദം എഴുതിയേ. ഛാത്ര. ഛാത്ര എഴുതി. നെക്സ്റ്റ് ധോബി. ധോബി. ധോബി
ധോബി എന്നതിന്റെ സ്ത്രീലിംഗ ശബ്ദം എഴുതുക. ധോബി. ധോബി എഴുതിയോ? നെക്സ്റ്റ് അധ്യാപക്. അധ്യാപക് അതിന്റെ സ്ത്രീലിംഗ ശബ്ദം എഴുതിയേ. അധ്യാപക്. 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 അതിൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ദർജി. ദർജി അതിന്റെ സ്ത്രീലിംഗ ശബ്ദം. ദർജി. ദർജി എഴുതിയോ? അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഷേർ. ഷേർ അതിന്റെ സ്ത്രീലിംഗ ശബ്ദം കൂടി എഴുതി വെച്ചേ. ഷേർ. ഒന്നുകൂടി മിസ് വായിക്കാം. ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമ്പർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിത അതിന്റെ സ്ത്രീലിംഗ ശബ്ദം എഴുതാൻ വേണ്ടിയിട്ട്. ഛാത്ര, ധോബി, അധ്യാപക്, ദർജി, ഷേർ. ഓക്കെ ഓക്കെ. ഇനി അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ എക്സാം കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള നിങ്ങൾ പഠിച്ച് റെഡി ആവണേ. എല്ലാത്തിനും പഠിക്കണം. മിസ് കുറച്ച് മാത്രം എക്സാം കിട്ടുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണത്? മിസ്സിന്റെ ഗ്രൂപ്പിലേക്ക് മിസ്സിനെ അയച്ചു തരണം. മിസ്സിന് പേഴ്സണലായിട്ട് അയച്ചു തരുന്നോ ഗ്രൂപ്പിൽ അയച്ചു തരുന്നോ? പേഴ്സണൽ. ഓക്കെ, പേഴ്സണലായിട്ട് അയച്ചു തരുന്നതാണ് സുഖം. കാരണം ഗ്രൂപ്പിൽ അയക്കുമ്പോ എല്ലാവരും കൂടി കാണില്ലേ. മിസ്സിന്റെ ഫോൺ നമ്പർ അറിയില്ലേ? ആ ഓക്കെ, മിസ്സിന്റെ നമ്പറിലേക്ക് അയച്ചു തരണേ. പിന്നെ വേറൊരു കാര്യം, ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് സമയം അതിനുള്ളിൽ അയച്ചു തരണം. അല്ലാതെ ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ് കഴിഞ്ഞ് ഉച്ചക്കോ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് നോക്കി തിരുത്തിയിട്ടൊന്നും എനിക്ക് അയച്ചു തരണ്ട. നിങ്ങൾ എന്ത് എഴുതിയെന്നോ അത് കൃത്യമായിട്ട് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഓരോരാളും പേഴ്സണലായിട്ട് അയച്ചു തരിക. മിസ്സിന്റെ നമ്പറിലേക്ക് ഗ്രൂപ്പിലേക്ക് ആരും അയച്ചു തരേണ്ടതില്ല. എന്താണ് മിസ് ചെക്ക് ചെയ്യൂലേ? മിസ് ചെക്ക് ചെയ്തിട്ട് അതിന്റെ മാർക്ക് അയച്ചു തരാം. മുഹമ്മദ് നേരെ ഇരുന്ന മോനെ. മുഹമ്മദ്, അപ്പൊ ഞാൻ മിസ് പറഞ്ഞ ഒന്നുകൂടി ഓർമ്മിക്കുക. നിങ്ങൾക്ക് ഓർമ്മശക്തി വളരെ കുറവാണ്. കാരണം നോട്ട് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞാല് നിങ്ങള് ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി ആവണം. അപ്പൊ അങ്ങനെ ആവരുത്. ഇപ്പൊ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എക്സാം കഴിഞ്ഞ ഉടനെ, ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ സെൻഡ് ചെയ്ത് തരണം. അതിനുശേഷം അയച്ചു തരുന്ന ഒരു പേപ്പേഴ്സും മിസ് നോക്കുന്നതായിരിക്കില്ല. മിസ് പറഞ്ഞ സമയത്തിനുള്ളിൽ അയച്ചു തരാത്ത ഒരു പേപ്പേഴ്സും മിസ് നോക്കി അതായത് ശരി അതിന് മാർക്ക് തരുന്നതായിരിക്കില്ല. കൃത്യമായി ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അയച്ചു തരിക. ആരും ലേറ്റ് ആവരുത്. ഓക്കെ, നിങ്ങൾ മാറ്റി വെച്ചോളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചേ. അതങ്ങോട്ട് മാറ്റി വെക്കുക. ആൻസർ എഴുതിയ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ ഉണ്ടാവണം. എയ്ബിൽ എന്താ വൈകിപ്പോയത്? എയ്ബൽ,
മിസ് ഇന്ന് ഒന്നുകൂടി രാഖിയുള്ള ലെസണിന്റെ ക്വസ്റ്റ്യൻ ആൻസർ അതൊക്കെ എഴുതി ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഒന്നുകൂടി അയച്ചു തരുന്നുണ്ട്. അത് എഴുതാത്ത ഇനിയും നോട്ട് കംപ്ലീറ്റ് ആക്കാത്തവർക്ക് മാത്രമുള്ളതാണ് കേട്ടോ. മിസ് ഒന്നുകൂടി അതിലെ വർക്കുകളൊക്കെ മിസ് ഒന്നുകൂടി ഇന്ന് ഗ്രൂപ്പിൽ അയച്ചു തരുന്നുണ്ട്. അത് മക്കൾ വിചാരിക്കേണ്ട എന്താ വീണ്ടും വീണ്ടും അയച്ചു തരുന്നെന്ന് വിചാരിക്കരുത്. അതെന്തിനാണ്? ഇനിയും നോട്ട് കംപ്ലീറ്റ് ആക്കാത്തവരും ക്വസ്റ്റ്യൻ ആൻസർ ലഭിക്കാത്തവർക്കും വേണ്ടിയിട്ടാണ് ആദ്യം വീണ്ടും മിസ് അയച്ചു തരുന്നത്. അത് എഴുതാത്തവര് അത് നോക്കി കംപ്ലീറ്റ് ആക്കുക. ഓക്കെ ഓക്കെ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 23 എടുത്തേ. പേജ് നമ്പർ 23. പേജ് നമ്പർ 23 കണ്ടോ നിങ്ങൾ? പേജ് നമ്പർ 23 എടുത്തോ? എന്താണ്? അപ്പൊ അവന് എക്സാം ഇടുന്നില്ലേ? അവന് എക്സാം എഴുതാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പോ സമയം കഴിഞ്ഞില്ലേ. അവന് വേറൊരു ഇടാം. എല്ലാവരും ഒരേ സമയത്ത് അറ്റൻഡ് ചെയ്താലേ എക്സാം ഒരേപോലെ നടക്കൂ. ഓക്കെ. പേര് പ്രേരക് പ്രസംഗ്. കണ്ടോ നിങ്ങള്? പേജ് നമ്പർ 23 ലെസൺ പേജ് നമ്പർ 23 ലെസൺ 6 ആറാമത്തെ ലെസൺ ആണ് പറയുന്നത്. എന്താണ് ലെസണിന്റെ പേര്? പ്രേരക് പ്രസംഗ്. കണ്ടോ നിങ്ങള്? ഓക്കെ. മിസ് വായിക്കാതെ പാരഗ്രാഫ് മിസ് വായിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ശ്രദ്ധിക്കണം. വേറെ എവിടെ ശ്രദ്ധ പോകരുത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മിസ് വായിക്കുന്നത് നോക്കിയിരിക്കുക. ഫസ്റ്റ് തന്നെ ആ ഫോട്ടോന്റെ മുകളിൽ കാണുന്നുണ്ടല്ലോ ഹമാരി ഇന്ദിര. ഉണ്ടോ? ഹമാരി ഇന്ദിര, ഇന്ദിരാഗാന്ധിയെ കുറിച്ച് അല്ലെ? ഹമാരി ഇന്ദിര എന്താണ് പറയുന്നത് നോക്കിക്കോ. छोटी सी इंदिरा उन दिनों इलाहाबाद में अपने आनंद भवन नामक बड़े से घर में रहती थी. घर में क्रांतिकारी आते जाते रहते थे. देश को आजाद कराने के लिए नई नई योजनाएं बनती रहती थी. सभी लोग देश के लिए कुछ न कुछ कार्य करना चाहते थे. इंदिरा ने भी एक छोटे छोटे बच्चों की टोली बनाई. उसे वह वानर सेना कहती थी. वानर सेना के बच्चे क्रांतिकारियों को खाना, कपड़ा, संदेश पहुंच जाते थे. एक बार बालिका इंदिरा को एक घास संदेश लेकर छुपे हुए क्रांतिकारियों तक पहुंच जाना था. चारों ओर सिपाही घूमते रहते थे. इंदिरा जी ने वह लिखा हुआ पर्चा एक चॉकलेट के डिब्बे में छुपाकर रखा और चल दी. अचानक रास्ते में एक सिपाही ने उन्हें टोका. ए छोकरी, इस डिब्बे में क्या छुपा कर ले जा रही हो? इस വായിച്ച ഫസ്റ്റ് പാരഗ്രാഫ് ആണ്. അതിന്റെ ബാക്കി കൂടി വായിക്കുകയാണ്. അതൊരു സംഭവമാണ്. കുറച്ച് അതായത് ഒരു 1-2 സംഭവങ്ങൾ, പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിന്റെ ബാക്കി കൂടി മിസ് പറയുന്നത്. ചോക്ലേറ്റ് खाएंगे क्या कहकर उन्होंने निर्भीकता से डिब्बा खोला और एक चॉकलेट सिपाही को थमा दिया. खाइए सिपाही जी, मैं भी खाऊं कहकर एक चॉकलेट उन्होंने अपने मुंह में डाल दी. अब जाओ. इंदिरा ने सिपाही से पूछा. जाओ, सिपाही ने कड़क कर कहा. इंदिरा चली गई. जब उन्होंने क्रांतिकारियों को वह संदेश पहुंचाया और चॉकलेट की बात सुनाई तो वे जोर जोर से हंसने लगे. यही इंदिरा बड़ी होकर हमारी पहली महिला प्रधानमंत्री बनी. ഓക്കെ, വായിച്ചത് കണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി? അറിയോ? ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പരിചയമുണ്ടോ നിങ്ങൾക്ക്? ആരാണ് ഇന്ദിരാഗാന്ധി? കോൺ ഹേ? ഇന്ദിരാഗാന്ധി കോൺ ഹേ?
ആരാണ് ഇന്ദിരാഗാന്ധി അറിയുമോ? ഇല്ല, കേട്ടിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അല്ലെ, മഹിളാ പ്രധാനമന്ത്രി അല്ലേ? പ്രധാനമന്ത്രി ആയിരുന്ന ആദ്യത്തെ വനിതയായിരുന്നു ആര്? ഇന്ദിരാഗാന്ധി. ഓക്കെ, സമയാവനായി. മിസ് ഒന്ന് വേഗം പറഞ്ഞുതരാം, ഒന്ന് നോക്കിക്കോളൂ, കുറച്ചെങ്കിലും പറഞ്ഞുതരാം. ചോട്ടീസി ഇന്ദിര. ഇനി ഇന്ദിരാഗാന്ധിയുടെ ചെറിയ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്കാലത്തെ സംഭവമാണ് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു സംഭവം. ചെറിയ കുട്ടിയായിരിക്കുന്ന ആ ഇന്ദിര उन दिनों इलाहाबाद में अपने आनंद भवन नामक बड़े से घर में रहती. കുട്ടിക്കാലത്ത് ഈ ഇന്ദിര എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ഇലഹബാദിലുള്ള തന്റെ ആനന്ദ ഭവൻ എന്നു പേരുള്ള വലിയൊരു വീട്ടിലായിരുന്നു ആര് താമസിച്ചിരുന്നത്? ഇന്ദിരാഗാന്ധി. ഓക്കെ, ഇന്ദിരാഗാന്ധി കുട്ടിക്കാലത്ത് ഇലഹബാദിലുള്ള ആനന്ദ ഭവൻ എന്നു പേരുള്ള ഒരു വലിയ ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഓക്കെ, കുട്ടിക്കാലത്ത് പറയുമ്പോൾ നിങ്ങളുടെ പ്രായത്തില്. ഓക്കെ, ഘർമേ, ഇനി ആ വീട്ടില് ക്രാന്തികാരി ആത്തേ ജാത്തേ രഹ്തേ. എന്താണ് ക്രാന്തികാരി? മീൻസ് വിപ്ലവകാരികള്, സമരം ചെയ്യുന്നവര്, ഒരുപാട് ആൾക്കാര് വരികയും പോവുകയും ചെയ്തത് ആര് കാണുമായിരുന്നു? ഇന്ദിരാഗാന്ധി. ആ സമയത്ത് ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആ സമരത്തിന് വേണ്ടി വരുന്ന ജനങ്ങളെ, ആൾക്കാര് വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത് ആര് കാണുമായിരുന്നു? ഇന്ദിരാഗാന്ധി. देश को आजाद कराने के लिए नई नई योजनाएं बनती रहती थी. ആ വീട്ടിൽ നിന്നാണ്, അതായത് രാജ്യത്ത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി എന്തൊക്കെ സമരങ്ങൾ ചെയ്യാം എന്നുള്ള ഓരോരോ സമരത്തിന്റെയും പ്ലാനിങ് അവിടെയായിരുന്നു, ആ വീട്ടിൽ വെച്ചായിരുന്നു. ഓക്കെ, സഭി ലോഗ് ദേശ് കെ ലിയെ കുച്ച് ന കുച്ച് കാര്യ കർണാ ചാഹതാ थे. ആ അവിടെയുള്ള എല്ലാ ജനങ്ങളും നമ്മുടെ രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമായിരുന്നു, എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമായിരുന്നു. ആരും അവിടെ മടി കാട്ടാറില്ല. ഓക്കെ, എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമായിരുന്നു, എന്തെങ്കിലും പ്രവൃത്തി അല്ലെങ്കിൽ എന്തെങ്കിലും സമരമായാലും എന്ത് കാര്യത്തിനായാലും രാജ്യത്തിന് വേണ്ടി എല്ലാവരും പ്രയത്നിക്കുമായിരുന്നു. ഇന്ദിരാനെ ഭി ഏക് ചോട്ടെ ചോട്ടെ ബച്ചോं की टोली बनाई. അപ്പൊ ഈ ഇന്ദിരാഗാന്ധി എന്താ ചെയ്തത്? ആ കുട്ടിയായ സമയത്ത് അവിടെ കുറച്ച് കുട്ടികളെ ഒക്കെ ശേഖരിച്ച് അവരെ ഒക്കെ കൂടിയിട്ട് എന്താണ് ഒരു സൈന്യം, ഒരു ടീമിനെ ഉണ്ടാക്കി. അതിന്റെ പേരാണ് വാനരസേന. എന്താണ്? വാനരസേന. നമ്മൾ വാനരസേന എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ എന്താ പറയല്? വാനരന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹനുമാനോ? വാനരൻ. കുരങ്ങന്മാരെ നമ്മൾ വാനരന്മാരെന്ന് പറയാം. കുരങ്ങന്മാരൻ ആണ് നമ്മൾ എന്ത് പറയാ? വാനരൻ അല്ലേ? ഇത് കുരങ്ങന്മാരുടെ സൈന്യം ഒന്നല്ല കേട്ടോ, കുറച്ച് കുട്ടികളുടെ ഒരു ടീമാണ് എന്ത്? വാനരസേന. കേട്ടല്ലോ? വാനരസേനക്കെ ബച്ചേ, ഈ വാനരസേനയിലെ കുട്ടികൾക്ക് എന്താണ് ജോലി എന്നറിയോ? ക്രാന്തികാരിയോ ഖാന, അവിടെ വരുന്ന സമരത്തിൽ പങ്കെടുക്കാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുക. കപ്പട और സന്ദേശ് പഹുഞ്ചാതെ, അവർക്ക് വേണ്ടുന്ന ഡ്രസ്സ്, അതുപോലെ അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ, സന്ദേശങ്ങൾ എത്തിക്കുകയാണ് ആരുടെ ജോലി? ഈ വാനരസേനയുടെ ജോലി. ചെറിയ കുട്ടികളുടെ ഒരു ടീമാണ്. അവർക്കുള്ള ജോലി എന്താണ്? ഇവിടെ വരുന്ന സമരത്തിന് പങ്കെടുക്കാൻ വരുന്ന ഓരോരോ ആൾക്കും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, അതുപോലെ ഡ്രസ്സ്, പിന്നെ ബാക്കി അവർക്ക് വേണ്ടുന്ന സന്ദേശങ്ങൾ, ഇതൊക്കെ എത്തിക്കുക എന്നതാണ് വാനരസേനയുടെ ചുമതല. ഓക്കെ, മിസ് പറഞ്ഞ അതുവരെ ക്ലിയർ ആയോ? ഓക്കെ. एक बार बालिका इंदिरा को एक खास संदेश लेकर छुपे हुए क्रांतिकारियों तक पहुंचाना था. ഒരു തവണ എന്താണ് ഈ ഇന്ദിരാഗാന്ധി, കുട്ടിയായ ഇന്ദിരാഗാന്ധിക്ക് ഒരു സന്ദേശം ആർക്ക് എത്തിച്ചു കൊടുക്കണം? ഈ വിപ്ലവകാരികൾക്ക്, അതായത് സമരം ചെയ്യുന്നവർക്ക് എത്തിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അവൾ എന്താ ചെയ്തത്?
ചാരോ മോർ സിപ്പാഹി ഗുംതേ രഹ്തേ ഥേ. ചുറ്റുപാടും സൈന്യങ്ങള്. സിപ്പാഹി മീൻസ് കാവൽക്കാർ, പട്ടാളക്കാര്, മിലിറ്ററി. അപ്പൊ അവര് ചുറ്റുപാടുണ്ടായിരുന്നു 4 ഭാഗത്തും. ഇന്ദിരാജിനെ വഹ് ലിഖാ ഹുവാ പാസ്റ്റ. ഇന്ദിരാഗാന്ധി എന്താ ചെയ്തത്? തന്റെ കയ്യിലുള്ള ആ സന്ദേശം, ആ നോട്ടീസ്, വഹ് പർച്ച ഏക് ചോക്ലേറ്റ് കെ ഡിബ്ബെ മേ ചുപാകർ രഖാ ഔർ ചൽ ദി. ഒരു ചോക്ലേറ്റിന്റെ ബോക്സിനുള്ളിൽ നിക്ഷേപിച്ചിട്ട് എന്ത് ചെയ്തു? അതും എടുത്തിട്ട് പോയി. ഇത് നേരിട്ട് കൊടുക്കാനാവില്ല, ആരും കണ്ടുവിടല്ലോ, കാണാതെ കൊടുക്കാൻ വേണ്ടിട്ട് പോവുകയായിരുന്നു. അചാനക് രാസ്തേമേ മേക്ക് സിപ്പാഹിനെ ഉനെ ടോക്കാം. പെട്ടെന്ന് വഴിയിൽ വെച്ച് ഒരു സിപ്പാഹി, ഒരു കാവൽക്കാരൻ ചോദിച്ചു, ഏ ചോക്കരി ഇസ് ഡിബ്ബെ മേ ക്യാ ചുപാക്കർ ലേ ജാ രഹി ഹോ. എന്താണ് നിന്റെ ഈ കവറിനുള്ളിൽ, ഈ പാക്കറ്റിനുള്ളിൽ നീ എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ലേ ജാര് ഫസ്റ്റ് പാരഗ്രാഫ് ആണ് മിസ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ടൈം ആവാറായി. മക്കൾ എന്ത് ചെയ്യണം? ആ ഫസ്റ്റ് പാരഗ്രാഫ് ഒരു 4-5 പ്രാവശ്യം മക്കൾ വായിച്ചിരിക്കുക. ഓക്കെ കേട്ടാ? പിന്നെ സമയം കഴിയാറായി. ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, എക്സാം ഇപ്പൊ തന്നെ മിസ്സിന്റെ നമ്പറിലേക്ക് അയച്ചു തരണം. എക്സാം എഴുതിയ പേപ്പർ മുകളിൽ ഡേറ്റ് എഴുതിക്കോളൂ. പേരുണ്ടാവണം, ആരാ അയക്കുന്നത് അവരുടെ പേരുണ്ടാവണം, മേലെ ഡേറ്റ് എഴുതുക, എന്നിട്ട് മിസ്സിന്റെ നമ്പറിലേക്ക് അയച്ചു തരിക. അപ്പൊ നിങ്ങൾ പേര് ഞാൻ ലക്ഷ്മിപ്രിയയുടെ അയച്ചു. പേര് ടൈപ്പ് ചെയ്തിട്ട് അത് ഇനി മാറ്റണോ? മാറ്റിട്ട് അയക്കണോ? അയച്ചെന്നോ? ഇപ്പൊ അയച്ചതാ? അത് ഞാൻ വേണ്ട, ഇനി പേര് വേണ്ട, ഞാൻ അത് അയച്ചു നോക്കിക്കോളാം. ഇനി ബാക്കിയുള്ളവർ ലക്ഷ്മി പ്രിയയുടെ ഓക്കെ കിട്ടിയിട്ടുണ്ട്. ലക്ഷ്മി പ്രിയ പേര് എഴുതിയിട്ടുണ്ടല്ലോ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? എത്രയും വേഗം ആ പേപ്പർ ഒന്ന് മിസ്സിന് അയച്ചു തരാം കേട്ടോ. പിന്നെ മിസ് ഇന്ന് വായിച്ചു തന്ന ആ പാരഗ്രാഫ് ഒരു 5 പ്രാവശ്യമെങ്കിലും വായിക്കുക. എല്ലാരും വായിക്കണേ ഗ്രേസ്. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിലേക്ക് നന്നായിട്ട് പഠിക്കുക. ഇന്ന് എക്സാം എഴുതാത്തവര് അടുത്ത ക്ലാസ്സിലേക്ക് നന്നായിട്ട് പഠിച്ചിട്ട് വരിക. അവർ രക്ഷപ്പെട്ടു എന്ന് കരുതരുത്. അവരുടെ വേറെ ഞാൻ മിസ് പേഴ്സണലായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചോളാം. ഓക്കെ, ഇതിൽ എക്സാം എഴുതാത്തത് ആരായിരുന്നു? മുഹമ്മദ് റിഹാനോ? മുഹമ്മദ് റിഹാൻ, മുഹമ്മദ് റിഹാൻ എക്സാം എഴുതിയോ? കുറച്ച് എഴുതിയിട്ടുണ്ട് അല്ലേ? അതെന്താ ആൻസർ ദി ഫോളോവിങ് ആണ് എനിക്ക് കിട്ടാഞ്ഞത്? എന്നാ എഴുതിട്ട് നീ ഒന്ന് അയച്ചു തരൂ. എഴുതിയത് ബാക്കി എഴുതിയതൊക്കെ മിസ്സിന് അയച്ചു തരിക കേട്ടോ. ഓക്കെ, എന്താണ് മിസ്സിന്റെ നമ്പർ? 9847 888 ഗ്രൂപ്പിലുണ്ടാവുമല്ലോ. 9847 888 198. ഗ്രൂപ്പിലുണ്ടാവും. ഗ്രൂപ്പിൽ നിന്ന് കിട്ടാത്തവര് വീണ്ടും ഒന്ന് നോക്കി എഴുതുക. 9847 888 198 എഴുതിയോ? 9847 888 998. 17-ാം തീയതി അല്ലേ? എന്താണ്? 17-ാം തീയതി അല്ലേ? 17ആണ് ഡേറ്റ്. 17/10/2020. നന്നായിട്ട് പഠിക്കണേ മക്കളെ. ആഴ്ചയിൽ ഒരു പീരീഡാണ് നമുക്ക് ലഭിക്കുന്നത്. മക്കൾ നന്നായിട്ട് മിസ് പറഞ്ഞത് കൃത്യമായിട്ട് നോട്ടും ഒക്കെ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ
അതുപോലെ കവർ ചെയ്ത് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കുക, നോട്ട് എഴുതാൻ പറ്റുന്ന സമയത്ത് നോട്ട് എഴുതി അയക്കുക. ഓക്കെ.